നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റാഫയുടെ ചില പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ച് മണിക്കൂറുകൾക്കകം ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസ്. കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിക്കുകയായിരുന്നു. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രതികരണം പുറത്തുവന്നിട്ടില്ല. 7 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ 2.3 ദശലക്ഷം ജനങ്ങളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തത്. യുദ്ധം നിർത്തില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നിലപാടെടുത്തത്. യുദ്ധം നിർത്തുകയും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്താൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഹമാസ് നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളുകയായിരുന്നു. 130-ലേറെ ബന്ദികൾ ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. കഴിഞ്ഞ മാസം ആദ്യം നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു. 2 ചർച്ചകൾക്കും ഇസ്രായേൽ പ്രതിനിധികളെ അയച്ചിരുന്നില്ല. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് ഉർദുഗാനെയും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയ വ്യക്തമാക്കി. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു. ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ദികളുടെ മോചനത്തിനുള്ള ഏക വഴിയെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ബൈഡൻ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം വിഷയം പഠിക്കുകയാണെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഇത് അംഗീകരിച്ചാൽ 213 ദിവസമായി തുടർന്ന ഗാസ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും അറുതി വന്നേക്കാം. കഴിഞ്ഞ 6 മാസത്തിലേറെ സംഘർഷഭൂമിയായ ഗാസയിലെ പല മേഖലകളിൽ നിന്ന് എത്തിയവർ അഭയാർത്ഥികളായി കഴിയുന്ന മേഖലയാണ് റഫ. 14 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് റഫയിലുള്ളത്. ഖത്തർ, ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി പ്രസ്താവനയിലൂടെയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ സ്ഥിരീകരിച്ചത്. ഇസ്രായേലിന്റെ നിലപാട് പ്രതികൂലമായതോടെ ഇരു വിഭാഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്ക് പ്രതിനിധി സംഘം കൊയ്റോയിലേക്ക് തിരിക്കുമെന്ന് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റാഫയിലെ സൈനിക ഓപ്പറേഷൻ തുടരുന്നതിന് വാർ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. റാഫ ആക്രമിക്കുന്നതിലൂടെ വെടിനിർത്തൽ കരാറിലെത്താനുള്ള സാധ്യതകൾ ഇസ്രായേൽ കൂടുതൽ അപകടത്തിലാക്കുകയാണെന്ന് ജോർദാന്റെ വിദേശകാര്യ മന്ത്രി ഐമൻ സഫാദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ഹമാസ് അംഗീകരിച്ച കരാർ ഒരു ഈജിപ്ഷ്യൻ പതിപ്പാണെന്നും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിരവധി ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വരും മണിക്കൂറുകളിൽ ഹമാസിന്റെ നിലപാട് സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും ഒരു സമവായത്തിലെത്താൻ സാധിക്കുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. റാഫേൽ 8 കുട്ടികളടക്കം 22 പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ ഇസ്രായേൽ ബോംബാക്രമണം കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ കരയം അബു സലേം ക്രോസിംഗിന് നേരെ നടന്ന ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ 3 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. കിഴക്കൻ റഫയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരോട് അൽ മവാസി, ഖാൻ യൂനിസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലയിലേക്ക് മാറാനാണ് ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടത്. ഫലസ്തീൻ സായുധ സംഘമായ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് റഫ എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം. എന്നാൽ റാഫേൽ ആക്രമണം നടത്തുന്നതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.